സോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രാജുവേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഐ നോബഡിയുടെ ടീസർ. ഇത് ആക്ച്വലി നമ്മുടെ പേട്രിയോട്ടിൻ്റെ കൂടെ തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ട തിയേറ്ററിൽ ഇതില്ലായിരുന്നു. അതിൽ ഞങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ഇത് അവർ യൂട്യൂബിൽ റിലീസ് ചെയ്തു കിട്ടിക്കാണത്തില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ അവരത് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നിസാം ബഷീർ, നമ്മുടെ റൊഷാക്ക്, പിന്നെ കെട്ടിയോണാണ് മാലാഖ അത് ചെയ്ത നിസാം ബഷീറിൻ്റെ പടമാണ്. അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ടീസർ കണ്ടു നോക്കാം. ലോക്കൽ ഷോട്ടാണ്. ഒരു കഥ രാജീവൻ ബാങ്കിലേക്ക് എന്തോ വരുന്നത് കൊടും ക്രിമിനലുകളായ 3 പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തും. ആ സമയത്ത് കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ അടിമാറിനെ പിടിച്ചോണ്ട് പോകുന്ന സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. ഏതോ ഒരു കോമഡി. വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയെ തപ്പി നടക്കുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ ആ കത്ത കാശുകൊണ്ട് തന്റെ ഭാര്യയുമായി സൂക്ഷിക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്ന് അത്ര ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും. ആഹാ, കൊള്ളാമല്ല, കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആണ്, രസമുണ്ട്, എന്തോ പരിപാടി ഉണ്ട് എന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ അത്ര ഈസി ആയിട്ട് നമുക്കിത് പിടികിട്ടത്തില്ല. അല്ല, അത് സംഭവം മറ്റേ നമ്മളിപ്പോൾ ഹൈസ്റ്റ് മൂവിയെ പറ്റി ഒരു ഡിസ്കഷൻ വീഡിയോ ചെയ്തതേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ചെയ്യാം, ഇല്ല സമ്മതിച്ചില്ല, ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കൂൾ, കൊള്ളാം കേട്ടോ, പരിപാടി അടിപൊളിയായിട്ടുണ്ട്, രസമുണ്ട്. ഒരു ജെയ്ക്സ് പുജയാണ് മ്യൂസിക് ഒക്കെ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അറിയില്ല തിയേറ്ററിൽ വളരെ മാത്രമല്ല, മറ്റേ പാട്രിയോട്ടിലും പറഞ്ഞ പോലെ നമ്മൾ ഈ എക്സ്പോസിഷൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു എലമെന്റ് എന്ന് പറയുന്നില്ല, ഈ മോളുടെ റെസ്പോൺസ് ചിലപ്പോൾ രസമായിട്ട് തോന്നും. ആ ഒരു സാധനം പറയുമ്പോൾ ഇപ്പോൾ ട്രെയിലറിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അത് പടത്തിൽ എങ്ങനെയായിരിക്കും അത് പ്ലേസ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. എന്നാലും അവരുടെ അച്ഛൻ്റെ ലൈഫിലെ ആ സംഭവങ്ങളെ പറ്റി മകളിങ്ങനെ പറയുമ്പോൾ അത് വെച്ച് കട്ട് ചെയ്യുന്നത് സംഭവം കൊള്ളാം. അത് പൃഥ്വിരാജിന്റെ ലുക്ക് ആൻഡ് ഫീല് കുറച്ചധികം വന്ന പടങ്ങളിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം, രസമുണ്ട്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു ചെറിയ. പിന്നെ ആക്ച്വലി പാർവതി ആണ് കുറച്ച് കാലമാണ് അതെ. ഇവര് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മറ്റേ മൈ സ്റ്റോറി അതാ തോന്നുന്നു ലാസ്റ്റ് അല്ലേ. അത് കഴിഞ്ഞ് ചെയ്തിട്ടില്ലല്ലോ, ഒരുമിച്ച് പിന്നെ ചെയ്തിട്ടില്ലല്ലോ. അത് കഴിഞ്ഞാണ്, അതിന് മുമ്പാണ് മറ്റേ കൂടെ ഉണ്ടായതാ. കൂടെ എന്ന് പറയുന്നത് മുമ്പല്ല. ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള മേജർ കൊമേഴ്ഷ്യൽ പടം ആദ്യത്തെ ഇതാന്ന് തോന്നുന്നു. ആണോ? സോ എനിവേ സംഭവം കൊള്ളാം. ജൂലൈയിലാണ് റിലീസ്. നമ്മൾ വെയിറ്റിംഗ് ആണ്. ട്രെയിലറൊക്കെ വരട്ടെ. ഇനി രസമുള്ള പടം. ഈ നിസാം ബഷീർ പുള്ളി അത്യാവശ്യം ജെയ്ക്സ് ബിജോയ്. നിസാം ബഷീർ ആക്ച്വലി അടിപൊളി ഡയറക്ടറാണ്. പുള്ളിയുടെ റൊഷാക്ക് പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടം പോലെ നല്ല രസകരമായ ഷോട്ടുകളും ആ പടത്തിനൊരു വേറെ ലുക്ക് ആൻഡ് ഫീൽ. അതെ, നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു പരിപാടി ഉണ്ട് ഇതിനകത്തുനിന്ന്. ടീച്ചർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അടുത്ത ട്രെയിലർ പരിപാടിയൊക്കെ വരട്ടെ. ഡെഫിനറ്റ്ലി ഇതൊക്കെ ഫസ്റ്റ് വർഷ പടമാണ് അല്ലേ, ഉറപ്പാണ്. അത് നമ്മളിപ്പോൾ എല്ലാ പടങ്ങളും കാണുന്നുണ്ട് ഫസ്റ്റ് വർഷം. അന്ന് അങ്ങനെയല്ല, പക്ഷെ എന്നാൽ ഇത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടും. ഏതാ ഇത് ഇങ്ങനത്തെ ഒരു ജോണറാണല്ലോ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. റിവ്യൂ അല്ല, ഡിസ്കഷൻ. അത് പിന്നീട് ഡിസ്കഷൻ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും നമുക്ക്. സോ അപ്പം നമ്മൾ ഉറപ്പായിട്ടും സിനിമ കാണുന്നതായിരിക്കും. ഇതിന് അടുത്ത ട്രെയിലറോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അതും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ.